UDF സർക്കാർ വരികയാണെങ്കിൽ ഉള്ള ഒരു സാധ്യതയുടെ പരിശോധനയാണ്. UDF സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ തന്ത്രപ്രധാനമായ സർക്കാരിൻ്റെ സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യമാണ്. അതായത് നമുക്കറിയാം 10 വർഷമായി തുടരുന്ന ഒരു സർക്കാരാണ്. സ്വാഭാവികമായി ഭരണതന്ത്രപരമായ പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും സർക്കാരിന് രാഷ്ട്രീയപരമായി താല്പര്യമുള്ളത്, സർക്കാരിനോട് ചേർന്ന് പോകുന്നത് അവരെയൊക്കെ ആയിരിക്കും ആ കീ പോസ്റ്റുകളിൽ വിന്യസിച്ചിട്ടുണ്ടാവുക. പോലീസ് ഏറ്റവും സുപ്രധാനമായ ഒരു പൊസിഷനാണ്. പോലീസിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളൊന്ന് പോലീസ് മേധാവി, തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP, വിജിലൻസ് ഡയറക്ടർ, ഇങ്ങനെ പല പ്രധാനപ്പെട്ട പൊസിഷനുകളുമുണ്ട്. ഇതിൽ പോലീസ് മേധാവിയെ മാറ്റുക അത്ര കണ്ട് എളുപ്പമല്ല. നമുക്കറിയാം, ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് DGP ആയിരുന്ന സെൻകുമാറിനെ മാറ്റിയതും പിന്നീടുണ്ടാക്കിയ വിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളതിനാൽ തന്നെ നിലവിലുള്ള പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനോട് താല്പര്യമില്ലെങ്കിലും തൽക്കാലം അദ്ദേഹം തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ UDF മിനിസ്ട്രിയാണ് വരുന്നതെങ്കിൽ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പോലീസ് മേധാവി തൽക്കാലം തുടർന്നേക്കാം. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ മാറ്റം വരും. എന്തൊക്കെയായിരിക്കും ആ മാറ്റങ്ങൾ എന്നത് കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ വലിയ മാറ്റം വരുമെന്ന് ഉറപ്പാണ്. അതിൽ ആ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് മേധാവി തൽക്കാലം തുടരും. മറ്റു സ്ഥാനങ്ങളിൽ മാറ്റം വരും. ഒപ്പം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റം വരാനുള്ള സാധ്യതയുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കിഫ്ബിയാണ്. കിഫ്ബിയിൽ പൊളിച്ചെഴുത്തൽ വരുമോ എന്ന ചോദ്യമാണ്. അതായത് കിഫ്ബി എന്നത് ഇടതു സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭിമാന പ്രോജക്റ്റായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കിഫ്ബിയിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കിഫ്ബിക്കെതിരെ നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിച്ചതാണ് UDF. അങ്ങനെയെങ്കിൽ കിഫ്ബിക്ക് ഒരു തുടർച്ച ഉണ്ടാകുമോ, കിഫ്ബിയെ പൊളിച്ചെഴുതുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതും വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. എന്താണ് ആ തീരുമാനം? മറ്റൊന്ന് ചീഫ് സെക്രട്ടറി പദമടക്കമുള്ള പ്രധാനപ്പെട്ട തന്ത്രപരമായ സ്ഥാനങ്ങളിൽ മാറ്റം വരുമോ? ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റം വരുമോ? കാരണം ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഭരണപരമായി സർക്കാരുമായി ഏറ്റവും ചേർന്ന് പോകേണ്ട വ്യക്തിയാണ്. സ്വാഭാവികമായും സർക്കാരുമായി സാധ്യതയുള്ളതും ഒന്നിച്ചു നിൽക്കേണ്ടതുമായ ആ പൊസിഷനിൽ മാറ്റം വരുത്താൻ തയ്യാറാകുമോ, അതല്ലെങ്കിൽ നിലവിലുള്ള ചീഫ് സെക്രട്ടറി തുടരുമോ? ഇങ്ങനെയുള്ള സാധ്യതകളും ഉണ്ടായേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF മിനിസ്ട്രിയാണ് വരുന്നതെങ്കിൽ ഒരു വലിയ പൊളിച്ചെഴുത്തൽ ഈ സംവിധാനങ്ങൾക്കൊക്കെ സംഭവിച്ചേക്കാം. എന്താണ് ആ സാധ്യത എന്ന കാര്യത്തിൻ്റെ വിശദമായ ഒരു പരിശോധനയ്ക്കാണ് നമ്മൾ പോകുന്നത്. VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, UDF മിനിസ്ട്രിയാണ് വരുന്നത് എന്ന സാധ്യതകളാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. കാരണം UDFന് സാധ്യത നൽകുന്ന എക്സിറ്റ് പോളുകൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും 10 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം UDF വന്നാൽ തന്ത്രപ്രധാനമായ പൊസിഷനുകളിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത്? അരുണ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇടത് സർക്കാർ മാറി ഒരു UDF മിനിസ്ട്രി വരുമ്പോൾ ഭരണപരമായ പല സ്ഥാനങ്ങളിലും വലിയ മാറ്റമുണ്ടാവാം. പോലീസിലുണ്ടാവാം, വിജിലൻസിലുണ്ടാവാം, ഒപ്പം സെക്രട്ടേറിയറ്റിലെ കീ പൊസിഷനുകളൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും. ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ ഒരു UDF മിനിസ്ട്രി വരികയാണെങ്കിൽ അത്തരം ആലോചനകൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ടോ? ഭരണതലപ്പത്ത് വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറിയെ മാറ്റാൻ സ്വാഭാവിക അദ്ദേഹത്തിന് കാലാവധി ബാക്കിയുണ്ട്. പോലീസ് മേധാവിയും അങ്ങനെ മാറ്റാൻ കഴിയില്ല. ബാക്കി സുപ്രധാന തസ്തികകളിൽ എന്തായാലും മാറ്റമുണ്ടാകും. ഇന്റലിജൻസ് മേധാവി അടക്കമുള്ളവർ മാറിയേക്കും. ഇപ്പോൾ തന്നെ ഈ സർക്കാർ മാറുമെന്ന സൂചന വന്നപ്പോൾ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും മറുകണ്ഠം ചാടി അല്ലെങ്കിൽ ചായ്വ് വലത്തേക്ക് മാറിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമാണ്. ചില പ്രധാനപ്പെട്ട ADGPമാർ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി UDF നേതാക്കളുമായി നിരന്തര സമ്പർക്കം നടത്തുന്ന വിവരവും മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ മാറിയാൽ, ഭരണം മാറിയാൽ, UDF മന്ത്രിസഭ വന്നാൽ തീർച്ചയായും ഉന്നത പദവികൾ, പ്രത്യേകിച്ച് പോലീസിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സർക്കാരുമായി തെറ്റി നിൽക്കുന്ന IAS ഉദ്യോഗസ്ഥരുണ്ട്. മാസങ്ങളായി സസ്പെൻഷൻ തുടരുന്ന N പ്രശാന്ത് ഉണ്ട്. സർക്കാരിനെ വെല്ലുവിളിച്ച്, ചീഫ് സെക്രട്ടറിയെ വെല്ലുവിളിച്ചൊക്കെ പരസ്യ നിലപാടെടുക്കുന്നയാളാണ് N പ്രശാന്തിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല നിലപാട് ഒരുപക്ഷെ അടുത്ത UDF സർക്കാരാണ് വരുന്നതെങ്കിൽ വൈകാതെ ഉണ്ടായേക്കും. മറ്റൊരാൾ B അശോകാണ്. B അശോക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും പലപ്പോഴും വിവാദങ്ങളിലൊക്കെ പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഇത്തവണ അദ്ദേഹം പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ KM എബ്രഹാമിനുമെതിരെയാണ് അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 2 ദിവസം മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് വൈകാതെ ചവിറ്റുകുട്ടയിലേക്ക് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, അടുത്ത സർക്കാർ വന്നാൽ ഒരു ദിവസം പോലും ഈ സസ്പെൻഷൻ ഉത്തരവിന് ആയുസ് ഉണ്ടാകില്ല, തുടർഭരണം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ മാറി വന്നാൽ തൻ്റെ സസ്പെൻഷൻ ഉത്തരവ് ഒരു ദിവസത്തിനുള്ളിൽ പിൻവലിക്കുമെന്ന ഒരു വലിയ ആത്മവിശ്വാസം കലർന്ന മറുപടിയാണ് കഴിഞ്ഞ ദിവസം
ബി അശോകിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം ഉറപ്പിക്കുകയാണ് UDF സർക്കാർ വന്നാൽ തൻ്റെ സസ്പെൻഷൻ പിൻവലിക്കും. മാത്രമല്ല അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്കുള്ള ഒരു പോസ്റ്റിലേക്ക് മാറ്റി നിർണായക തീരുമാനങ്ങളിൽ ഇടപെടാൻ അനുവദിക്കാതെ മാറ്റിയെന്ന വിമർശനം അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായും ബി അശോകും പ്രധാനപ്പെട്ട തസ്തികയിൽ തന്നെ വന്നേക്കും. അത് സസ്പെൻഷൻ പിൻവലിച്ചേക്കും. ആ തരത്തിലുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. എൻ പ്രശാന്തും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ വിശ്വസ്തനാണ്. 2016 സർക്കാരിൻ്റെ അവസാന കാലത്തും ചില നീക്കങ്ങൾ പ്രശാന്ത് UDF-നോട് നടത്തിയെന്ന വിമർശനം CPM കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നതാണ്. ഏതായാലും അത്തരം IAS തലപ്പത്ത് മാറ്റമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി IAS-ന് പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നൽകുന്നത്. അതായത് വിരമിച്ച ഉദ്യോഗസ്ഥനായ K. എബ്രഹാമിനാണ്. ഒരു കാരണവശാലും ഈ ദീർഘനാൾ സർവീസിലുണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിയേക്കാളൊക്കെ സീനിയറായ ഉദ്യോഗസ്ഥരെ IAS ഉദ്യോഗസ്ഥരെ ഈ പ്രധാന തസ്തികകളിലേക്ക് കൊണ്ടുവരരുത് എന്ന ഒരു ആവശ്യം IAS അസോസിയേഷനുണ്ട്. അടുത്ത സർക്കാർ വന്നാൽ ഉടൻ തന്നെ അത്തരമൊരു കത്ത് IAS അസോസിയേഷൻ നൽകുമെന്ന് അശോക് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അതായത് വിരമിച്ച ഉദ്യോഗസ്ഥരെ ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ KMRL-ന്റെ തലപ്പത്തുണ്ട്. ചീഫ് സെക്രട്ടറി ആയിരുന്ന ധനകാര്യ സെക്രട്ടറിയൊക്കെ ആയിരുന്ന K. എബ്രഹാം സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ പ്രധാന തസ്തികയിലുമുണ്ട്. നിരവധി മുൻ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് വന്ന K. എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്കും ഒക്കെയുണ്ട്. അങ്ങനെ വരുന്നത് ഭരണതലപ്പത്ത് വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. ഈ മുതിർന്ന ഉദ്യോഗസ്ഥരെ ചീഫ് സെക്രട്ടറിക്ക് പോലും അനുസരിക്കേണ്ടി വരുന്നു. മറ്റൊരു പരാമർശമുള്ളത് അദ്ദേഹം നടത്തിയത് ഈ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആഗ്രഹമുള്ള ആളുകൾ K. എബ്രഹാമിനെ വന്ന് കണ്ട് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു നീക്കം ഇനി ഉണ്ടാകരുതെന്ന് പുതിയ സർക്കാരിന് ആവശ്യപ്പെടുന്ന IAS അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബി അശോക് നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പുറത്തു നിൽക്കുന്ന പല ഉദ്യോഗസ്ഥരും സുപ്രധാന തസ്തികകളിലേക്ക് എത്താൻ ഇടയുണ്ട്. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി ഉറപ്പാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ആദ്യ രണ്ട് പിണറായി സർക്കാരുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ ധനാഗമ മാർഗമായ കിഫ്ബി പൊളിച്ചെഴുതുമെന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഫ്ബി സംസ്ഥാനത്തിന് ചേർന്ന ഒരു ധനാഗമ മാർഗമല്ല. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് സംസ്ഥാനത്തെ കൂടുതൽ കടക്കണിയിലേക്ക് മാത്രം മാറ്റുകയുള്ളൂ എന്ന നിലപാട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ VD സതീശൻ സ്വീകരിച്ചതാണ്. വലിയ തർക്കങ്ങൾ പലപ്പോഴും നിയമസഭയിലടക്കം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. സിയാനേജ് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ വലിയ തർക്കങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ കാര്യത്തിൽ ഒരു റിവ്യൂ തീർച്ചയായിട്ടും കിഫ്ബി വേണ്ട നിലപാടിലേക്ക് UDF സർക്കാർ വന്നാൽ അവർ പോകുമെന്ന് ഉറപ്പാണ്. 4 മിഷനുകൾ സർക്കാരിന് 4 മിഷനുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് സംയോജിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ മിഷനുകളെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തതാണ് UDF. 2021 തന്നെ ചോദ്യം ചെയ്തതാണ്. ആ മിഷനുകളിൽ വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകും. മാത്രമല്ല ഈ ലൈഫ് പദ്ധതി പോലും ഇങ്ങനെയല്ല നടപ്പാക്കേണ്ടതെന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിലുണ്ട്. 2021 അത് അന്നത്തെ UDF കൺവീനർ തന്നെ അത്തരം നിലപാടെടുത്താണ്. പക്ഷേ ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുകയല്ല, അത് കുറച്ചുകൂടി പരിഷ്കരിക്കണമെന്ന ആവശ്യമുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട പദ്ധതികളും ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളായി അഭിമാന പദ്ധതികളായി പിണറായി സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ഒന്നുകിൽ പൊളിച്ചെഴുതപ്പെടുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റിമറിക്കപ്പെടുകയോ ചെയ്യുമെന്ന് ഉറപ്പാണ്. വലിയ മാറ്റങ്ങൾ ഭരണതലത്തിലുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അത് UDF സർക്കാരാണ് വേണമെങ്കിൽ തീർച്ചയായും അതുണ്ടാകും. ഇനി ഇടത് സർക്കാരിൻ്റെ തുടർച്ച അത്ഭുതങ്ങൾ സംഭവിച്ച് മൂന്നാം പിണറായി സർക്കാരാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ പദ്ധതികൾ അതേപടി തുടരും. മാത്രമല്ല ചില അവരുടെ പ്രകടന പത്രികയിലൊക്കെ നിർദ്ദേശമുള്ള പോലെ ചില പ്രധാനപ്പെട്ട പദ്ധതികളും ഉണ്ടാകാനിടയുണ്ട്. ഏതായാലും എന്താണ് കിഫ്ബി കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ഏറ്റവും അധികം കേൾക്കുന്നൊരു പേര് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ചരമക്കുറിപ്പായി കൂടി മാറുമോ ഈ തെരഞ്ഞെടുപ്പ് വിധിയെന്ന് കണ്ടറിയണം. വളരെ നിർണായകമായ രാഷ്ട്രീയ മണിക്കൂറുകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിധിയാണ് വരാനിരിക്കുന്നത്. സ്വാഭാവികമായും ആ വിധിക്ക് ശേഷം ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് സർക്കാരിന് ഭരണമുന്നണിക്ക് അനുകൂലമായ എല്ലാ വിധി ഉണ്ടാകുന്നെങ്കിൽ ഇപ്പോഴുള്ള നയങ്ങൾ പൊതുവിൽ വലിയ രീതിയിൽ പൊളിച്ചെഴുതപ്പെടും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം UDF ക്യാമ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസാണല്ലോ. പോലീസ് മേധാവിയെ മാറ്റിയില്ലെങ്കിലും മറ്റ് സ്ഥാനങ്ങളിലെ മാറ്റം വരും. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ കീ പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? മനോജ് എബ്രഹാം UDF-നും LDF-നും പ്രിയപ്പെട്ടവരായിരുന്നല്ലോ. അപ്പോൾ മനോജ് എബ്രഹാം ഒരു കീ പൊസിഷനിലുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒപ്പം ഈ MR അജിത് കുമാറിനെ പോലെയുള്ള മുഖങ്ങളെ UDF എങ്ങനെ കൈകാര്യം ചെയ്യും? എന്തായിരിക്കും അവരുടെ ആലോചന ഇക്കാര്യത്തിൽ?
തീർച്ചയായിട്ടും മനോജ് എബ്രഹാം തന്നെയാകും UDF സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിച്ചിരുന്ന ആളാണ്. പിണറായി സർക്കാരും അദ്ദേഹത്തെ പൂർണ്ണമായും തഴഞ്ഞില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് അതിർത്തി പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയുള്ള വിജിലൻസ് അന്വേഷണമൊക്കെ നിർണായകമായ ഫയലുകൾ പലപ്പോഴും പോലീസിൽ നിന്ന് ചോർന്നിട്ടുണ്ട്. അതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് CPM-ന് സംശയം. മനോജ് എബ്രഹാം ഒരുപക്ഷെ അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം. ഈ പിണറായി സർക്കാർ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂറ് അപ്പുറത്താണ് എന്ന തരത്തിലുള്ള വിമർശനം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം വളരെ പ്രധാനപ്പെട്ട ആളുകൾ അവരുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമായിട്ടാണ്. മനോജ് എബ്രഹാം അതുകൊണ്ട് തന്നെ UDF സർക്കാർ വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ തസ്തികകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനോജ് എബ്രഹാം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ തരംതാഴ്ത്തപ്പെടാൻ പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ച് ഉണ്ടാകാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറാണ്. മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായൊക്കെ വളരെ അടുപ്പ ബന്ധമുള്ള ഉദ്യോഗസ്ഥർ എന്ന വിമർശനം പലപ്പോഴും മനോജ് MR അജിത് കുമാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്ക് പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ UDF വന്നാൽ ഉണ്ടാകും. മനോജ് എബ്രഹാം സ്വാഭാവികമായും പ്രധാന തസ്തികകളിലേക്ക് വരുമ്പോൾ MR അജിത് കുമാർ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ഒരു ഉദ്യോഗസ്ഥർ നോക്കിയാൽ പോലും നമുക്ക് അത്തരം ചില ആലോചനകൾ ഇപ്പോൾ തന്നെ പല തലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരും IAS-ൽ പ്രധാനപ്പെട്ട തസ്തികകളിൽ വിരമിച്ച ചില ഉദ്യോഗസ്ഥർ കൂടി ഈ സർക്കാർ വന്നാൽ ഉപദേശക റോളുകളിലെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ട്. സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം ഈ വലിയ വിമർശനം ഉന്നയിച്ച ബിജു പ്രഭാകർ അത്തരത്തിൽ പ്രധാന തസ്തികകളിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നൊരു മുൻ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ പല പേരുകൾ K എബ്രഹാം സ്വാഭാവികമായും ഇനി UDF സർക്കാർ നേരത്തെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കൂടി വിശ്വസ്തനായിരുന്നു. പക്ഷേ പിന്നീട് പിണറായി വിജയനൊപ്പം ചേർന്നതോടുകൂടി അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും എതിർപക്ഷത്തുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും എതിർപക്ഷത്തുള്ള ഒരു ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞു. അതിന് പകരം അത്തരം പുതിയ ആളുകൾ വരും. നേരത്തെ ഹേമന്തനെ പോലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ADGP ആയിരുന്നു അദ്ദേഹം. 2021-ൽ UDF സർക്കാർ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല ആലോചിച്ചതാണ്. അദ്ദേഹത്തെ പോലെ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സർവീസിലെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ സർക്കാർ മാറുന്നതിനനുസരിച്ച് മാറിയാൽ അത്തരം പല പ്രധാനപ്പെട്ട പദവികളിലേക്കും ഈ പേരുകളൊക്കെ ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം. അരുണ്, ഒരു കാര്യം കൂടി അരുണ്, കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് UDF-ൽ ഒരു പിടി നേതാക്കൾക്ക് ഇത്തവണ സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായി UDF മിനിസ്ട്രി വന്നാൽ കീ പൊസിഷനിൽ ഉണ്ടാവുക മത്സരിക്കാത്തവരാണെന്ന് പറയുന്നു. സ്വാഭാവികമായും അവരെ പരിഗണിക്കേണ്ടി വരിക, അവർക്കുള്ള സാധ്യത ബോർഡ്, കോർപ്പറേഷൻ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലായിരിക്കും. കോൺഗ്രസ്സിൽ പലപ്പോഴും ഇതൊക്കെ വളരെ പ്രീ പ്ലാൻഡ് ആണല്ലോ. നേരത്തെ തന്നെ ഇതിനുള്ള ചരടുവരികളൊക്കെ നടക്കുമല്ലോ. എക്സിറ്റ് പോളുകൾ കൂടി അനുകൂലമായപ്പോൾ ഈ കീ പൊസിഷനുകൾ, അതായത് സർക്കാരിലെ മന്ത്രിസഭയ്ക്കും MLA-മാർക്കും അപ്പുറമുള്ള പൊസിഷനുകളിൽ എത്തേണ്ടത് ആരൊക്കെ എന്നുള്ള ആലോചനകളും ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പല മണ്ഡലങ്ങളിലും ഒന്നിലേറെ പേര്, ഒരുപക്ഷെ 3-4 പേരൊക്കെ വന്ന മണ്ഡലങ്ങളുണ്ട്. അവർ പലരും ബയോഡേറ്റയുമായി ഈ ACCക്ക് മുമ്പാകെയും സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ പോയിട്ടുമുണ്ട്. അപ്പോൾ തന്നെ പറഞ്ഞത് ഈ സീറ്റ് ലഭിക്കാത്തത് കൊണ്ട് ആരും നിരാശപ്പെടേണ്ട, സീറ്റ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് പ്രധാനപ്പെട്ട പദവികൾ തന്നെ നൽകുമെന്ന് നേരത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ്. അതായത് സ്ഥാനാർത്ഥിത്വത്തിന് അടുത്തുവരെ എത്തി അവസരം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പ്രത്യേക ആദ്യ പരിഗണന നൽകും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് സ്വാഭാവികമായും MLA-മാരും മന്ത്രിമാരും ഒക്കെ MLA-മാരാകും, ചിലവർക്ക് മന്ത്രിമാരുമൊക്കെ ആകാൻ കഴിയും. അല്ലാതെ ഈ സീറ്റ് നേരിയ വ്യത്യാസം നഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവർക്കായിരിക്കും ആദ്യ പരിഗണന എന്ന് ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായി കഴിഞ്ഞു. ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തന്നെയാകാം അവർക്ക് ലഭിക്കുക. ചിലർക്ക് ക്യാബിനറ്റ് പദവികൾ തന്നെ ലഭിക്കാൻ സാധ്യതയുള്ളവരും ഉണ്ട്. അതൊക്കെ നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകി ഉറപ്പാണ്. കാരണം ഇവരെ ചേർത്ത് നിർത്താൻ പാർട്ടി തയ്യാറാകുമെന്ന സൂചന പലയിടങ്ങളിൽ പുല്ലൂരിലടക്കം അത്തരത്തിൽ ചില സ്ഥാനാർത്ഥിത്വത്തിനടുത്തെത്തിയ നേതാക്കളെ KC വേണുഗോപാലൊക്കെ നേരിട്ട് പോയി കണ്ട് ആശ്വസിപ്പിക്കുന്നതിനെ പാർട്ടി ചേർത്ത് നിർത്തുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക നമ്മൾ കണ്ടതാണ്. അത്തരം ആളുകൾക്ക് പരിഗണന ലഭിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ഏതായാലും ആദ്യം അവർക്ക് ഭൂരിപക്ഷം ലഭിക്കണം, കേവല ഭൂരിപക്ഷം 70 സീറ്റെങ്കിലും ലഭിക്കണം. പിന്നീട് അവരുടെ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ട അതിനുശേഷം ഇത്തരം ആളുകളെ കൂടി പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന ഉറപ്പ്, ആ പ്രതീക്ഷ തന്നെയാണ് ഈ പ്രവർത്തകരും ഈ സീറ്റ് ലഭിക്കാതെ പോയ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഉള്ളത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിൽ ആ ഗൗരവമുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, തന്ത്രപ്രധാനമായ സർക്കാർ സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാവും. അതിൽ
ഈ IAS തർക്കത്തെയൊക്കെ എങ്ങനെ നേരിടുമെന്നതും കണ്ടറിയേണ്ടതാണ്. വലിയ മെയ്വഴക്കം വേണ്ടിവരും സർക്കാരിന് ഈ വിഷയങ്ങളെയൊക്കെ നേരിടാൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിലുള്ള സർക്കാരിനെ വെല്ലുവിളിക്കുന്ന IAS ഉദ്യോഗസ്ഥരെ ഒപ്പം നിർത്തിയാൽ അവരുടെ ശൈലി സ്വാഭാവികമായും അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പൊതുവായ ചട്ടവട്ടങ്ങൾക്കും അപ്പുറമുള്ള രീതിയല്ലേ, അത് ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഏത് സർക്കാരിന് മുന്നിലും ഈ ഉദ്യോഗസ്ഥരുടെ നീക്കം പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും കണ്ടറിയണം. ഒപ്പം തന്നെ ബോർഡ് കോർപ്പറേഷൻ അടക്കമുള്ള സാധ്യതകൾ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ചരടുവലികളും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം കാരണം എക്സിറ്റ് പോൾ അനുകൂലമായി എന്ന സാഹചര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.